ലോകമെമ്പാടും അമേരിക്കയുടെ പുതിയ താരിഫ് നയത്തിൽ പൊറുതിമുട്ടി നിൽക്കക്കള്ളിയല്ലാതെ പലവഴി ആലോചിക്കുന്നതിനിടയിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു പുതിയ നീക്കമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. വ്യാപാര കമ്മി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ചൈനയുമായി ഇതുവരെ ഉണ്ടായിരുന്ന ആ നിയമങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുതിയ നയത്തിന് രൂപം നൽകുന്നതിനുള്ള ചർച്ചകൾ നടന്നു വരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ആദ്യം എന്ന ആ ഒരു മുദ്രാവാക്യത്തെ പിന്തുണച്ച ആദ്യമെത്തിയ രാജ്യം ഇന്ത്യയായിരുന്നു. ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ നിലപാടും അതുതന്നെയാണ്, നമ്മുടെ രാജ്യം മുഖ്യം അത് ആദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈനയുമായി വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാൻ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കാരണം രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും വ്യാപാര കമ്മി പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഒപ്പം തന്നെ അമേരിക്കയുടെ കൂടുതൽ നികുതി ചുമത്തുന്നതും ഒപ്പം തന്നെ ഇന്ത്യയോട് നികുതി കുറയ്ക്കാൻ പറയുന്ന ആ സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനു കൂടിയാണ് ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുകയും ഒപ്പം തന്നെ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അമേരിക്കയ്ക്ക് കടുംപിടുത്തത്തിൽ നിന്നും പിന്നോക്കം പോകേണ്ടി വരുമെന്ന് ഇന്ത്യ കരുതുന്നു. 2020 ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഇളവ് വരുത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വിസ നിയന്ത്രണങ്ങൾ ലഭിക്കും, താരിഫ് ഇതര തടസ്സങ്ങൾ നീക്കും, ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ അനുവദിക്കും. ഇതിൽ അമേരിക്കയ്ക്ക് ഒരു സൂചനയാണ് നൽകുന്നത്. അതായത് കൂടുതൽ നിക്ഷേപങ്ങൾ ചൈനയിൽ നിന്ന് എത്തിക്കുന്നത് വഴി ഇന്ത്യയിൽ ഉൽപ്പാദനമില്ലാത്ത മേഖലകളിൽ താരിഫ് ഇളവും ഇന്ത്യ അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 2020 മുൻപുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും. നിലവിൽ ഇപ്പോൾ വിമാന സർവീസുകൾ പരസ്പരം നടത്താനുള്ള ധാരണ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിവിധ തലങ്ങളിലുള്ള ഉഭയകക്ഷി ബന്ധവും നടക്കുന്നു. ലോകത്തെമ്പാടും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പരസ്പരം നടക്കുന്നുണ്ട്. കാരണം ഈ താരിഫ് വിഷയത്തിൽ എല്ലാ രാജ്യങ്ങളും പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ത്യയെ സംബന്ധിച്ച ഇന്ത്യയുടെ നികുതി കുറയ്ക്കുകയും അമേരിക്ക അവരുടെ നികുതി കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനായി നികുതി കുറയ്ക്കാൻ ഇന്ത്യയെ അമേരിക്ക സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഏഷ്യയിലെ തന്നെ രണ്ട് വമ്പൻ രാജ്യങ്ങൾ, രണ്ട് വലിയ വിപണികൾ ഒന്നിക്കുന്നു എന്നൊരു കാഴ്ചയും ഇല്ലെങ്കിൽ അവർ തമ്മിലൊരു ഐക്യത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു എന്നൊരു കാഴ്ചയും നമുക്ക് ഇതോടൊപ്പം കാണുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്ന് നോക്കി കാണേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.